എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതും ഒരു സംശയ നിവാരണം തന്നെയാണ്. അതായത് എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു ഡൗട്ടാണ്, പല്ല് ക്ലീൻ ചെയ്താൽ ഇനാമൽ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഉത്തരം കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതിരുന്ന് ഇത് വീഡിയോ മൊത്തമായിട്ട് കാണുക. ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതും കൂടെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ടീത്ത് ക്ലീനിങ് ഒരു 6 മാസത്തിലൊരിക്കൽ എല്ലാവരും ചെയ്തിരിക്കണമെന്ന് പറയുന്നത് എന്നതിനുള്ള ബേസിക് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ പല്ല് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉള്ള ഒരു അവയവം തന്നെയാണ്. അപ്പോൾ അതിന് ചുറ്റും ഡീമിനറലൈസേഷൻ കാരണം, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡെബ്രിസുകൾ കാരണം പ്ലാക്ക് അല്ലെങ്കിൽ കാൽക്കുലസ് എന്ന് പറഞ്ഞ ഡെപ്പോസിഷൻ പല്ലിന് ചുറ്റിലേക്കും അടിഞ്ഞുകൂടും. അത് എല്ലാ 12 മണിക്കൂറിലുമാണ് ഈ പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 2 നേരം ബ്രഷ് ചെയ്യണമെന്ന് കൃത്യമായിട്ടും എല്ലാ ഡെൻറ്റിസ്റ്റുകളും പറയുന്നത്. രാവിലെയും രാത്രി എല്ലാ 12 മണിക്കൂറിന് ഇടയ്ക്കും നമ്മൾ പല്ല് ക്ലീനിങ് പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. എന്നാലും നമ്മൾ എത്ര ശ്രദ്ധിച്ച് ചെയ്താൽ പോലും പലപ്പോഴും ഈ ഡെപ്പോസിറ്റുകൾ പല്ലിൻ്റെ പല ഭാഗത്തും അടിഞ്ഞുകൂടി ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിൽ ബാക്ടീരിയൽ അക്യുമുലേഷൻ വന്നിട്ടാണ് നമുക്ക് പലതരത്തിലുള്ള പല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ ഇനിഷ്യൽ പ്രശ്നങ്ങൾ വരുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്ക് വരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ജിഞ്ചൈവൈറ്റിസ് എന്ന് പറയും. ഇനിഷ്യൽ ആയിട്ട് കാണുന്ന മോണരോഗത്തെയാണ് ജിഞ്ചൈവൈറ്റിസ് എന്ന് പറയുന്നത്. അത് വളരെ മൈൽഡായിട്ടും റിവേഴ്സിബിളായിട്ടുമുള്ള ഒരു ഡിസീസ് കണ്ടീഷനാണ്. ഇപ്പോൾ പലപ്പോഴും നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ബ്രഷ് ചെയ്യുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ നിന്ന് ചെറുതായിട്ട് ബ്ലീഡിങ് വരുന്നതും മോണയൊക്കെ ചുമന്നിരിക്കുന്നതും അപ്പോൾ ചെറുതായിട്ട് സ്വെള്ളനായിട്ടിരിക്കുന്നതും അതായത് നീര് പോലെ ചെറുതായിട്ട് മോണയിലൊക്കെ ഇരിക്കുന്നതും പലപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ പലരും ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം, യെല്ലോയിഷ് കളറിൽ അല്ലെങ്കിൽ വൈറ്റ് കളറിൽ നല്ല ഹാർഡായിട്ട് പല്ലിന് ചുറ്റും പിടിച്ചിരിക്കുന്ന ഒരു സാധനം, അതിനെയാണ് കാൽക്കുലസ് അല്ലെങ്കിൽ പ്ലാക്ക് എന്ന് പറയുന്നത്. അതിൽ ബാക്ടീരിയൽ അക്യുമുലേഷനും ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് ജിഞ്ചൈവൈറ്റിസ് എന്ന് പറയുന്നത്, ഇനിഷ്യൽ സ്റ്റേജുകളിൽ. അപ്പോൾ ഈ ജിഞ്ചൈവൈറ്റിസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളിപ്പോൾ റെഗുലറായിട്ട് ക്ലീനിങ് ചെയ്യുന്നില്ല, 6 മാസത്തിലൊരിക്കൽ പോയിട്ട് ഈ അഴുക്കിനെ മാറ്റി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പെരിയോഡോണ്ടൽ പ്രോബ്ലം എന്ന് പറയും. അതായത് ഈ പ്ലാക്ക് അക്യുമുലേഷൻ ഇരുന്ന് പല്ലിന് ചുറ്റുമുള്ള സ്ട്രക്ചേഴ്സിനെ എല്ലാം നശിപ്പിക്കാനായിട്ട് തുടങ്ങും. നമ്മളെ പല്ലിരിക്കുന്നത് ബോണിനുള്ളിലാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇതിലൂടെ നിങ്ങളത് മനസ്സിലാക്കുക. ബോണിൽ ഉള്ളിലാണ് നമ്മുടെ പല്ലിൻ്റെ റൂട്ട് സ്ട്രക്ചറെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ട് സ്ട്രക്ചറിന് ചുറ്റും ഒത്തിരി സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ അഴുക്കിരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സിനെ എല്ലാം നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഈ മോണയെല്ലാം റിസീഡ് ചെയ്ത് താഴോട്ടേക്ക് പോവുകയും പല്ലിന് ചുറ്റുമുള്ള ഫൈബേഴ്സിനെയൊക്കെ നഷ്ടപ്പെടുത്തുകയും കൂടാതെ ബോൺ ലോസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലോട്ട് ഇത് വരികയും ചെയ്യും. അപ്പോഴാണ് ഇതിനെ പെരിയോഡോണ്ടൽ പ്രോബ്ലം എന്ന് പറയുന്നത്. സിവിയർ കണ്ടീഷനായി കഴിയുമ്പോഴത്തേക്കുമാണ് ഈ പെരിയോഡോണ്ടൽ പ്രോബ്ലം ഇത് അഡ്വാൻസ്ഡ് പെരിയോഡോണ്ടൈറ്റിസ് എന്നുള്ളൊരു സ്റ്റേജിലോട്ട് മാറുകയും പല്ലുകൾക്കെല്ലാം മൊബിലിറ്റി, ആട്ടം വരികയും ഒക്കെ ചെയ്യുന്നത്. പണ്ടുള്ള കാലങ്ങളിൽ ആൾക്കാർക്ക് പല്ല് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പെരിയോഡോണ്ടൽ പ്രോബ്ലം തന്നെയാണ്. കാരണം അന്ന് ആരും പല്ല് ക്ലീനിങ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാതിരുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ ഓറൽ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് ഒന്നുമില്ല. അപ്പോൾ ഇനി അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. പല്ല് ഒരിക്കലും വയസ്സായി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാധനമല്ല. അതിനെ പ്രോപ്പർലി നമ്മൾ ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ. പിന്നെ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു മാരകമായിട്ടുള്ള അസുഖം എന്ന് തന്നെ പറയണം. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഇതുപോലെ ഓറൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് ഓറൽ ക്ലീനിങ് ഒന്നും പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ പല്ലുകളൊക്കെ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ അതുകൂടെ എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക. ചില കേസുകളിൽ നമ്മൾ 3 മാസത്തിലൊരിക്കൽ പോലും പല്ലുകൾ ക്ലീൻ ചെയ്യണമെന്ന് ഡയബറ്റിക് പേഷ്യൻസിനോട് പറയാറുണ്ട്. കാരണം അത്രയും സിവിയറായിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പല്ലിൻ്റെ ഓറൽ ഹെൽത്ത് വളരെ മോശമാകാനുള്ള സാധ്യതയുണ്ട്. വളരെ ചെറിയ തോതിൽ പോലും കാൽക്കുലസ് ഇരുന്ന് കഴിഞ്ഞാൽ അത് അഗ്രവേറ്റ് ആയിട്ട് വളരെ സീരിയസ് പ്രശ്നങ്ങളിലോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫോട്ടോസിലൂടെ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ടാണ് എല്ലാ 6 മാസത്തിലൊരിക്കലും പ്രോപ്പറായിട്ട് പല്ല് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഈ പല്ല് ക്ലീനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് പല്ലിൻ്റെ സ്ട്രക്ചറുകൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് പല്ലിന് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കിനെ മാറ്റുക എന്നുള്ളതാണ്. അത് അൾട്രാസോണിക് സ്കെയിലർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ഡെമോൺസ്ട്രേഷൻ പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലൂടെ ഒരിക്കലും ഇനാമൽ നഷ്ടപ്പെടില്ല. ഇനി മനസ്സിലാക്കേണ്ടത്, ഇനാമൽ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ സബ്സ്റ്റൻസുകളിൽ 2ാമത് വരുന്നത് ഇനാമലാണ്. ടോപ്പ് സ്ട്രെങ്ത് ഉള്ള സാധനം എന്ന് പറയുന്നത് ഡയമണ്ടാണ്. അപ്പോൾ ഇനാമലിനെ എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളയുന്നത്? ഒരിക്കലും നമുക്കതിനെ ഈസി ആയിട്ട് കളയാൻ പറ്റില്ല. എന്നാൽ നമുക്ക് പല്ല് പോടറയ്ക്കുന്ന പോലുള്ള പ്രൊസീജിയറുകളിൽ ഇനാമലിനെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് എന്താണെന്നും കൂടെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി നിങ്ങൾക്ക് പല്ല് ക്ലീൻ ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓറൽ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. പല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാതെയിരിക്കും. ഇനി നമുക്ക് ഡെമോൺസ്ട്രേഷനിലോട്ട് പോകാം. എങ്ങനെയാണ് പല്ല് ക്ലീനിങ് ചെയ്യുന്നതെന്നും ആ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾക്ക് ഞാൻ ഡെമോൺസ്ട്രേഷനിലൂടെ കാണിച്ചു തരാം.
അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇൻസ്ട്രുമെൻ്റാണ് അൾട്രാസോണിക് സ്കെയിലർ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ കാൽക്കുലസും നമ്മുടെ പ്ലാക്കും ഒക്കെ റിമൂവ് ചെയ്യുന്നത്, സ്റ്റെയിനൊക്കെ നമ്മുടെ പല്ലിലെ സ്റ്റെയിനെല്ലാം റിമൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എൻ്റെ നഖത്തിൽ തന്നെയാണ്. കാരണം ഇനാമൽ കട്ട് ചെയ്യുമോ എന്നുള്ളതാണ് പലരുടെയും സംശയം. അപ്പം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ നഖത്തിലേക്ക് ഈ ഇൻസ്ട്രുമെൻറ്റിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ എയറും വാട്ടറും കൂടെയാണ് വരുന്നത്. കൂടാതെ ഈ മെറ്റൽ ടിപ്പിലൊരു വൈബ്രേഷനുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ എൻ്റെ നഖത്തിലേക്ക് ഇതിനെ റബ്ബ് ചെയ്യുകയാണ്. കണ്ടല്ലോ, ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഇനാമലൊക്കെ കട്ട് ചെയ്യൂ. ഇനാമലിൻ്റെ പകുതിയുടെ പകുതി പോലും അല്ലെങ്കിൽ ഒരു അംശം പോലും സ്ട്രെങ്ത് ഇല്ലാത്ത സാധനമാണ് നമ്മുടെ നഖമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ നഖം ഇപ്പോൾ മുറിഞ്ഞ് കട്ടായി പോകേണ്ടതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നതെല്ലാം തെറ്റിദ്ധാരണയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അൾട്രാസോണിക് സ്കെയിലർ വെച്ചിട്ട് നമ്മൾ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇനാമൽ നഷ്ടപ്പെടുകയില്ല. കണ്ടില്ലേ, എൻ്റെ നഖത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? എൻ്റെ നഖം പഴയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ നഖത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഈ കാണുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നതാണ് എയറോട്ടർ എന്ന് പറയുന്നത്. ഇതൊരു 30,000 അല്ലെങ്കിൽ 40,000 RPM പവറൊക്കെ ഉള്ള അത്രയും സ്പീഡിൽ കറങ്ങുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഈ ഇൻസ്ട്രുമെൻ്റ് വെച്ച് ഒരിക്കലും നമുക്ക് പല്ല് ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ല. മറിച്ച് ഇത് നമ്മൾ പല്ല് ഷേപ്പ് ചെയ്യാനും അല്ലെങ്കിൽ റെസ്റ്റോറേഷൻസ്, പല്ലിൽ പോടടക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഇത്. ഇത് വെച്ചിട്ടല്ല നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുന്നത്. ഇതാണെങ്കിൽ ഉറപ്പായിട്ടും പല്ല് കട്ട് ചെയ്ത് പോകുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സൗണ്ട് പലർക്കും സുപരിചിതമായിരിക്കും. അപ്പോൾ ഇതാണ് എയറോട്ടർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പല്ല് കട്ട് ചെയ്യുന്ന പ്രൊസീജിയറിലൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പല്ല് ഷേപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ്. പിന്നെ ഇത് വെച്ചിട്ട് പല യൂസും ഉണ്ട്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന മെറ്റൽ ടിപ്പ്, ഇത് ഡയമണ്ട് ബർ അല്ലെങ്കിൽ കാർബൈഡ് ബർ എന്നൊക്കെ പറഞ്ഞിട്ട് പല സാധനങ്ങളും ഉണ്ട്. ഇതിനെ റീപ്ലേസ് ചെയ്യുന്നതോറും ഇതിൻ്റെ ഫംഗ്ഷൻസും ഇതിൻ്റെ യൂസുകളും എല്ലാം മാറാറുമുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടല്ല നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുന്നത്. നേരെ മറിച്ച് പല്ല് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത് അൾട്രാസോണിക് സ്കെയിലർ എന്ന് പറഞ്ഞ സാധനമാണ്. അത് തികച്ചും പല്ലിന് സേഫ് ആയിട്ടുള്ള സാധനമാണ്. പല്ലിലെ ഇപ്പോൾ ഇനാമൽ പോലുള്ള ഒരു സാധനങ്ങളും ഇത് കാരണം നഷ്ടപ്പെടാറില്ല. മറിച്ച് പല്ലിലെ ചുറ്റുമുള്ള പ്ലാക്ക് അല്ലെങ്കിൽ കാൽക്കുലസ് മാത്രമാണ് നഷ്ടപ്പെടുന്നതെന്ന് ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ പല്ല് ക്ലീൻ ചെയ്താൽ ഇനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു കാരണവശാലും പല്ലിൽ നിന്നും ഒരു സബ്സ്റ്റൻസും നഷ്ടപ്പെടാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇനാമലൊന്നും ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അത് തികച്ചും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു ന്യൂസാണ്. പലർക്കും ഇടയിലുള്ള ഒരു സംശയമാണ്. പിന്നെ ചില കേസുകളിൽ ഈ പറഞ്ഞ പോലെ പെരിയോഡോണ്ടൽ കേസൊക്കെ വളരെ സിവിയറായിട്ട് വരുന്ന കേസുകളിൽ മോണരോഗം ബാധിച്ച് അവരുടെ പല്ലിൻ്റെ റൂട്ടെല്ലാം പുറം ലോകത്ത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് എക്സ്പോസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പല്ല് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് ചെറിയ പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് തികച്ചും നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് മോണരോഗം ട്രീറ്റ് ചെയ്യാനുള്ള ഈ പറഞ്ഞ പോലെ പ്രൊസീജിയേഴ്സാണ് ആവശ്യം. അത് പ്രോപ്പറായിട്ട് ക്ലീനിങ് പ്രൊസീജിയർ ചെയ്യുക. സിവിയർ ആയിട്ടുള്ള മോണരോഗ കേസുകളിൽ നമ്മൾ ഫ്ലാപ്പ് സർജറി പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് അത്രയും വലിയ രോഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ട് 6 മാസത്തിലൊരിക്കൽ കൃത്യമായിട്ടും ഡെൻറ്റിസ്റ്റിനെ കണ്ട് സ്കെയിലിംഗ് പ്രൊസീജിയർ ചെയ്യണം എന്ന് എല്ലാവരോടും കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇനി മുതലെങ്കിലും എല്ലാവരും ഈ തെറ്റിദ്ധാരണ മാറ്റി ഇതുവരെ ഡെൻറ്റിസ്റ്റിനെ കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണണം. പല്ലുകളെയൊക്കെ സംരക്ഷിച്ച് അതിനെ സേഫായിട്ട് വയ്ക്കണം. കാരണം പല്ലുകളെന്ന് പറയുന്നത് ഒരു ഡയമണ്ടിനേക്കാളും വാല്യുബിൾ ആണെന്നാണ് സാധാരണ പറയാറുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങളിൽ പലർക്കും ഓരോ പല്ലുകൾ നഷ്ടപ്പെടുമ്പോഴും ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴും മാത്രമേ അത് മനസ്സിലാവൂ എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഓറൽ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, കൃത്യമായിട്ട് ഡെൻറ്റിസ്റ്റിനെ കാണുക, പല്ലുകളെല്ലാം ക്ലീൻ ചെയ്ത് സേഫായിട്ട് സൂക്ഷിക്കുക. താങ്ക് യു.